ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആഗ്രഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ ചില ആളുകളെങ്കിലും നിരന്തരം വന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, ഞാൻ ഒരുപാട് ടെക്നിക്കുകളായി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും മാസം ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ഡിലേ ആയിട്ടാണ് റിസൾട്ട് കിട്ടാറ് എന്നുള്ളത്. എന്താണ് ഇതിന്റെ ഒരു റീസൺ? അല്ലെങ്കിൽ നമ്മൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തും അതിന് പുറകിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ഡിലേ ആക്കുന്നതിന് നമ്മളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഒന്നാമത്തെ ബിഗ് മിസ്റ്റേക്ക് ആണ് ആവശ്യത്തിലേറെ എഫേർട്ട്, അല്ലെങ്കിൽ ആവശ്യത്തിലേറെ സമയം, അല്ലെങ്കിൽ ആവശ്യത്തിലേറെ ടെക്നിക്കുകൾ ഒരേ സമയം കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ട് ഓവർ ചേസിങ്, അല്ലെങ്കിൽ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് എടുക്കുന്നത്. ആവശ്യത്തിലേറെ എഫേർട്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യത്തിലേറെ വരുന്നുണ്ട്. അതായത് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സമയം, നമ്മുടെ എനർജി, ഇതൊക്കെ ഓവറായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കൊരു ബാഡ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ് തുടങ്ങും എന്നുള്ളതാണ്. അത് ഓവർ തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യും. എന്താ കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ടെക്നിക്കുകളായാലോ ചെയ്യുന്നു, ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിയല്ല, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് നെഗറ്റീവായി കണ്ടിന്യൂസ് ആയി തിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷനും തമ്മിൽ ഒരുപാട് അന്തരം ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഡിലേ ആവുന്നതിൻ്റെ അല്ലെങ്കിൽ നമുക്കത് കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ആവശ്യത്തിലേറെ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് 2-3 ദിവസം കൊണ്ട് ഒന്നിച്ച് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പൊ ഇത്തരത്തിൽ ആവശ്യമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള വേയിലാണ് അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കിന് നമുക്ക് റിസൾട്ട് കിട്ടാതെ അല്ലെങ്കിൽ അത് ഡിലേ ആവുന്നതിന്റെ റീസൺ. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്, നമ്മൾ എന്ത് കാര്യം നേടാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തും അത് നേടാൻ നമ്മൾ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ്, അതായത് നമുക്കത് ഡിസേർവ് ആണെന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. എന്നാൽ അതിന് ഞാൻ അർഹയല്ല, അല്ലെങ്കിൽ അതെനിക്ക് ഡിസേർവ്ഡ് അല്ലാത്തൊരു കാര്യമാണ്, അല്ലെങ്കിൽ എനിക്കത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഡ്രീമാണ്, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയി തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക്. പല ആളുകളുടെയും പ്രധാന പ്രശ്നവും ഇത് തന്നെയാണ്. ഒരു പക്ഷെ അവരുടെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും അത് നമുക്ക് ഡിസേർവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് അവനവനിലുള്ള ഒരു കോൺഫിഡൻസ് കുറവ് കാരണം, അല്ലെങ്കിൽ സ്കില്ല് പോരാ, അല്ലെങ്കിൽ ഇനിയും ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അതിന് ഡിസേർവ് അല്ല എന്ന രീതിയിലാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മാനിഫെസ്റ്റേഷന്റെ ബ്ലോക്ക് ആയിട്ട് വരുന്ന മറ്റൊരു റീസൺ. അപ്പോൾ നിങ്ങൾ ഡിസേർവ് ആണ്, ഞാൻ അതിന് അർഹനാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് അർഹയാണ് എന്ന രീതിയിൽ അഫേം ചെയ്യുക, സെൽഫ് ടോക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇതാണ് രണ്ടാമത്തെ ഒരു മെയിൻ ബ്ലോക്ക്. അപ്പോൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്കിലൂടെ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ബ്ലോക്കാണ് നമ്മൾ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു പ്രവണത, അതായത് ഒരു ഇന്നർ ക്രിട്ടിക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു ഏറ്റിയ പൊങ്ങാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യമാണ്, മറ്റുള്ള ആളുകളൊക്കെ നിന്നെ നോക്കി ചിരിക്കുന്നത് കണ്ടില്ലേ, അല്ലെങ്കിൽ നീ ഒരു കാര്യം പറയുന്ന സമയത്ത് ആ ഡ്രീം നിന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് എല്ലാവരും കാണുന്നത് എന്നുള്ള രീതിയിൽ സ്വയം നമ്മളെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വളരെ വലിയൊരു നെഗറ്റീവ് വൈബാണ് നമ്മളിൽ ഉണ്ടാക്കുക. അതാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഡിലേ ആക്കുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ. അപ്പൊ ഈ ഒരു ഇന്നർ ക്രിട്ടിക്ക്, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു ഇന്നർ ക്രിട്ടിക്ക് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം പോസിറ്റീവായ രീതിയിലേക്ക് അയക്കാൻ, അല്ലെങ്കിൽ ഐ വിൽ എന്ന രീതിയിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, എപ്പോഴും എന്ത് കാര്യത്തിനും നമ്മുടെ ഭാഗത്തുനിന്നും ആക്ഷൻ ഉണ്ടായിരിക്കണം. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നു, പക്ഷെ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല, നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കാര്യം കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാവാതെ ഇരിക്കും എന്നുള്ളതാണ്. അതായത് ആക്ഷൻ എടുക്കാതിരിക്കുക, ഇൻസ്പയർഡ് ആക്ഷൻ നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല.
ഈ ടെക്നിക്കുകളും ടൂളുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്പയർഡ് ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതിന് വേണ്ടി കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻസ്പയർഡ് ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസോ കാര്യങ്ങളോ ഒന്നും കാണാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോഴാണ് പുതിയ അവസരങ്ങളാണെങ്കിലും പുതിയ വ്യക്തികളെ ആണെങ്കിലും ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആക്ഷൻ എടുക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഡോറ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുക. സോ ആക്ഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡിലേ ആവുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ്. ഫൈനലി നമുക്ക് ചുറ്റുമുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ വ്യക്തികളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രഷർ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു റീസൺ. കാരണം നമ്മളെ പോലെ തന്നെ ബിലീഫ് സിസ്റ്റം ഉള്ള ഒരാളായിരിക്കില്ല നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ. എല്ലാവരും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അങ്ങനെ ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ നിങ്ങൾക്കത് ഡിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പോവാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കാം, അതിന് നിങ്ങൾക്ക് റീപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബിലീവ് സിസ്റ്റത്തിന് ഇടിവ് വരുത്തും. അപ്പൊ നിങ്ങൾ എന്താണോ ബിലീവ് ചെയ്യുന്നത് അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. മറ്റുള്ള ആളുകളെ ചേഞ്ച് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ നിന്റെ ചിന്താഗതി ശരിയല്ല, ഇങ്ങനെ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ശരിയായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ലോ ഓഫ് അട്രാക്ഷൻ ബിലീവർ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ഉപയോഗിക്കണം, ഇതാണ് ശരി എന്നൊന്നും പറഞ്ഞുകൊണ്ട് അവരെ തിരുത്താൻ പോകരുത് എന്നുള്ളതാണ്. അങ്ങനെ തിരുത്താൻ പോകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ എനർജി കുറയുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺ ആകുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിന് ഇളക്കം തട്ടുന്നത് അല്ലെങ്കിൽ ഒരു ലിമിറ്റിംഗ് ബിലീഫിലേക്ക് പോകാനൊക്കെ റീസൺ ആവുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഡിലേ ആവുന്നതിന് കാരണമാകും. അപ്പോൾ ഇത്രയും മിസ്റ്റേക്കുകൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന സമയത്ത് ചെയ്യാതിരിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഗൈഡൻസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്